നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള ഫാർമക്കോളജിയിൽ എന്താണ് ഡയററ്റിക്സ് എന്ന് നോക്കാം. ഡയററ്റിക്സ് ആർ ഡ്രഗ്സ് വിച്ച് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് യൂറിൻ ഫോർമേഷൻ ടുഗദർ വിത്ത് ഇറ്റ്സ് സൊല്യൂട്ട്സ് ആർ കോൾഡ് ഡയററ്റിക്സ്. ഇൻക്രീസ് ചെയ്യുന്നത് റേറ്റ് ഓഫ് യൂറിൻ ഫോർമേഷൻ, യൂറിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് എന്തെന്ന് ഡയററ്റിക്സ്. ഡയററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയററ്റിക്സ് പഠിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഓർഗാനോ മെർക്കുറിയൽസ്, എക്സാമ്പിളാണ് മെർസാലിൻ. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയററ്റിക്സ് മെയിനായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ആണ് ഓർഗാനോ മെർക്കുറിയൽസ്, സെക്കൻഡ് വൺ ആണ് നോൺ മെർക്കുറിയൽസ്. ഓർഗാനോ മെർക്കുറിയൽസിന് എക്സാമ്പിളാണ് മെർസാലിൻ. നോൺ മെർക്കുറിയൽസിന് എക്സാമ്പിളാണ് വീക്ക് ഡയററ്റിക്സ്. വീക്ക് ഡയററ്റിക്സ് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഫസ്റ്റ് വൺ ആണ് എ ആണ് ഓസ്മോട്ടിക് ഡയററ്റിക്സ്. ഓസ്മോട്ടിക് ഡയററ്റിക്സ് അതിൽ എക്സാമ്പിളാണ് ഗ്ലിസറോൾ, വാട്ടർ, മാനിറ്റോൾ ആൻഡ് ഐസോസോൾബൈഡ്. വീക്ക് ഡയററ്റിക്സിലെ സെക്കൻഡ് വൺ ആയിട്ടുള്ള ബി ആണ് അസിഡിഫയിങ് ഓർ ആൽക്കലൈസിങ് ഏജൻറ്റ്. അതിന് എക്സാമ്പിളാണ് അമോണിയം ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം സിട്രേറ്റ്. നെക്സ്റ്റ് വൺ ആണ് വീക്ക് ഡയററ്റിക്സിലെ നെക്സ്റ്റ് വൺ ആണ് സാന്തൈൻ ഡെറിവേറ്റീവ്സ്. എക്സാമ്പിളാണ് തിയോഫിലിൻ. ഈ വീക്ക് ഡയററ്റിക്സിലെ ഫോർത്ത് വൺ ആണ് എന്തെന്ന് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. അതിന് എക്സാമ്പിളാണ് അസറ്റസോളമൈഡ്, ഇതോക്സോളമൈഡ്. അടുത്തത് ഈ നോൺ മെർക്കുറിയൽസിലെ രണ്ടാമത്തെയാണ് മോഡറേറ്റ്ലി എഫക്റ്റീവ് ഡയററ്റിക്സ്. ഫസ്റ്റ് നമ്മൾ പഠിച്ച വീക്ക് ഡയററ്റിക്സ്. വീക്ക് ഡയററ്റിക്സ് തന്നെ കുറേ കണ്ടു. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ത് മോഡറേറ്റ്ലി എഫക്റ്റീവ് ഡയററ്റിക്സ്. ബെൻസോതയാഡൈസിൻ. എക്സാമ്പിൾസാണ് ക്ലോറോതയസൈഡ്സ്, ഹൈഡ്രോക്ലോറോതയസൈഡ്സ്, ബെൻസ് തയസൈഡ്സ്. അതേപോലെ മോഡറേറ്റ്ലി എഫക്റ്റീവ് ഡയററ്റിക്സിലെ സെക്കൻഡ് വൺ ആണ് തയസൈഡ് റിലേറ്റഡ് ഡ്രഗ്സ്. ക്ലോർതാലിഡോൺ, മെറ്റോസോളോൺ, മെറ്റോളാസോൺ, സൈപ്പമൈഡ് ആൻഡ് ഇൻഡാപ്പമൈഡ്. നോൺ മെർക്കുറിയൽസിൽ മൂന്നാമത്തേതാണ് വെരി പൊട്ടൻറ്റ് ഡയററ്റിക്സ് അല്ലെങ്കിൽ ലൂപ്പ് ഡയററ്റിക്സ്. അതിന് എക്സാമ്പിളാണ് എഥാക്ലിനിക് ആസിഡ്, ഫിറോക്സിമൈഡ്, ബ്യൂമിറ്റമൈഡ്, പിറിറ്റമൈഡ് ആൻഡ് ടോക്സിമൈഡ്. ഈ നോൺ മെർക്കുറിയൽസിൽ നാലാമത്തെയാണ് പൊട്ടാസ്യം റിട്ടൈൻ ഡയററ്റിക്സ്. എക്സാമ്പിളാണ് സ്പൈറനോലാക്ടോൺ, ട്രയാംറ്റോറിൻ ആൻഡ് അമിലോറൈഡ്. നമുക്ക് അടുത്തതായിട്ട് കോമൺ യൂസസ് ഓഫ് ഡയററ്റിക്സ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് ഒഡിമ. Diuretics are the most important agent for treatment of any edema associated with the sodium retention such as cardiac, hepatic, pulmonary and renal edema. The action is due to increased excretion of sodium and water. Loop diuretics plus spironolactone useful in this condition. ഒടിമ എന്നാൽ നീര് അതായത് സോഡിയം കാർഡിയാക്ക്, ഹെപ്പാറ്റിക്, പൾമണറിൽ എല്ലാത്തിലെയും നീര് മാറ്റുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സോഡിയത്തിൻ്റെ വാട്ടറിൻ്റെ എക്സ്ക്രീഷൻ, സോഡിയം വാട്ടറും എക്സ്ക്രീഷൻ കൂട്ടിക്കൊണ്ടാണ് അത് നീര് മാറ്റുന്നത്. അതിൽ നമ്മൾ ലൂപ്പ് ഡയററ്റിക്സ് ആയിട്ടുള്ള ഫിറോക്സിമൈഡും അതേപോലെ പൊട്ടാസ്യം റിട്ടൈൻ ഡയററ്റിക് ആയിട്ടുള്ള സ്പൈറനോലാക്ടോണും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത ഡ്രഗ് പോയിസണിങ് പല പോയിസണൊക്കെ ആയിട്ട് നമുക്കറിയാമല്ലോ. പോയിസണിങ് ഈസ് ഡ്യൂ ടു ഡ്രഗ്സ് സച്ച് ആസ് ബാർബിറ്റുറേറ്റ്സ് ആൻഡ് സാലിസിലേറ്റ്സ് ആൻഡ് അതർ ടോക്സിക് ഏജൻറ്റ്സ്. ഡയററ്റിക്സ് ആർ യൂസ് ടു എലിമിനേറ്റ് ദം. അതായത് ഡ്രഗ് പോയിസണിങ് ഏതൊക്കെ ഡ്രഗ് പോയിസൺ ബാർബിറ്റുറേറ്റ്സും സാലിസിലേറ്റ്സും അതർ
വേറെ ടോക്സിക് ഏജൻസിൻ്റെയൊക്കെ ഡ്രഗ് പോയ്സണിങ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ യൂറിനിൽ കൂടെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്നാണ് യൂസാണ് ഹൈപ്പർ ഉപയോഗിക്കുന്നത്. ഡയറക്റ്റിക്സ് ആർ ദ പ്രൈമറി ഡ്രഗ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മോസ്റ്റ് കേസസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹാർട്ട് ഫെയിലിയറും ഹൈപ്പർ ടെൻഷൻ. ഈ BP കൂടുന്നതിനും ഹാർട്ട് ഫെയിലിയർ വരുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഡയറക്റ്റിക്സ്. നെക്സ്റ്റ് 4th വൺ ഓഫ് യൂസാണ് ഡയറക്റ്റിക്സിൻ്റെ അക്യൂട്ട് റീനൽ ഫെയിലിയർ. അതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് മാനിറ്റോൾ. 5th വണ്ണാണ് ഓക്കുലർ ആൻഡ് സെറിബ്രൽ പ്രഷർ. അതിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് അസറ്റസോളമൈഡ് ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സ് ആർ യൂസ് ചെയ്യുന്നത്. 6th യൂസാണ് പ്രിവെൻഷൻ ഓഫ് റീനൽ സ്റ്റോൺ ഫോർമേഷൻ. Thiazide used to prevent the formation of recurrent calcium stone. They act by decreasing calcium excretion in urine. ഇത് ആക്ട് ചെയ്യുന്നത് കാൽസ്യത്തിൻ്റെ എക്സ്ക്രീഷൻ ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് ആക്ട് ചെയ്യുന്നത്. അടുത്തത് 7ാമത്തത് ഡയബറ്റീസ് ഇൻസിപ്പിഡസിന് ഉപയോഗിക്കുന്നുണ്ട്. തൈസൈഡ് ഡയറൂട്ടിക്സ് ആണ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ 8th യൂസ് എന്ന് പറഞ്ഞാൽ ടോക്സിമിയ ഓഫ് പ്രഗ്നൻസി ആൻഡ് പ്രീമെൻസ്ട്രൽ ടെൻഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റാണ് ഡയറൂട്ടിക്സിൻ്റെത്. പൊട്ടാസ്യം ഡിപ്ലീഷൻ, ഹൈപ്പോനട്രീമിയ, അതുപോലെ സോഡിയം കുറയുന്നത്, കാർബോഹൈഡ്രേറ്റ് ഇൻടോളറൻസ്, GIT ആൻഡ് CNS ഡിസ്റ്റർബൻസ്. എക്സാമ്പിൾസ് ആണ് നോക്സിയ, വോമിറ്റിങ്. 5th വൺ ഹൈപ്പോവോളിമിയ, അക്യൂട്ട് ലോസ് ഓഫ് എക്സസീവ് ഫ്ലൂയിഡ്സ് ലീഡ് ടു പോസ്റ്റൂറൽ ഹൈപ്പോടെൻഷൻ, ഡീഹൈഡ്രേഷൻ ആൻഡ് ഡിസ്നസ്. 6th വണ്ണാണ് ഹൈപ്പോകാൽസീമിയ. പിന്നെ സൈഡ് എഫക്ട് ലൈക്ക് അലർജി, റിനൽ ഇൻസഫിഷ്യൻസി, ഹെപ്പാറ്റിക് കോമ ക്യാൻ ബി ഓൾസോ occur. താങ്ക് യു.